അപ്പളേ മഴയൊക്കെ പെയ്തു കഴിഞ്ഞു. എൻ്റെ കാന്താരിയൊക്കെ വീണ്ടും ദേ തളിർത്ത് വന്നു. ഈ നമ്മുടെ സമന്റെയും ചാനലില് കാന്താരിയും കൂടി ഞാൻ പുളിശ്ശേരി വെക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ കറിക്ക് ശരിക്കും പക്കാ നാടനായിട്ടുള്ള ഒരു കറിയാണ്. കാന്താരി തന്നെയാണ് വേണ്ടത് കേട്ടോ. നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറമ്പിലോട്ട് ഇറങ്ങി പറിച്ചും വരാം കേട്ടോ. നമ്മുടെ ചേമ്പേ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇന്നത്തെ കറിക്ക് ചേമ്പ് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ മാന്തി എടുക്കുകയാണ്. കപ്പ നമുക്ക് കമ്പനിയിൽ നിന്ന് പറിക്കാം. ഓലക്കുടയും ശീലക്കുടയും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അങ്ങേറ്റം പോയ വാഴയിലയുടെ കൊലയുണ്ട്. ഞങ്ങളുടെ വലിയ ചേമ്പിന്റെ കൊടയാണ് കേട്ടോ. അപ്പൊ നമുക്കിന്ന് ചേമ്പിന്റെ തണ്ടും വേണം ഇലയും വേണം. അപ്പൊ ഒരുപാട് മൂക്കാത്ത തണ്ടും വളരെ നൈസായിട്ടുള്ള വളരെ ചെറുപ്പത്തിലുള്ള ഇലയാണ് വേണ്ടത്. അപ്പൊ ദേ ഇത് കണ്ടോ, ഈ ഉള്ളിലെ ഈ തളിരില നമുക്ക് കിട്ടും. കണ്ടോ, മൊത്തം മണ്ണായേ. പറമ്പിലിറങ്ങിയ പിന്നെ എങ്ങനെയാണ് അല്ലേ? തണ്ടുമായി ഇലയായി. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് എന്താണെന്നറിയോ? കപ്പളങ്ങ വേണം, വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഉണ്ണിപ്പിണ്ടി വേണം. എടുക്കുമല്ലേ? കൊല വെട്ടിയതാണ്. അപ്പൊ നമുക്കിതിന്റെ ഉണ്ണിപ്പിണ്ടി എടുക്കാം. നമ്മൾ ഇതിൽ തന്നെ നിർത്തിയേക്കുന്നത് കൊണ്ട് നമുക്ക് ചീത്തയാവത്തില്ല. നമ്മൾ കീറി 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 ഏറ്റവും അകത്തെ ഇതേ ഇവനെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കറിയാണെങ്കിൽ പോലും നമ്മുടെ വയറിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ ഉണ്ണിപ്പിണ്ടി കേട്ടോ. എന്താണെങ്കിലും ഒരു വഴിക്ക് വന്നതല്ലേ. മത്തന്റെ തളിരില നിൽക്കുന്നുണ്ട്, നമുക്ക് അതും കൂടെ എടുത്തേക്കാം കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ പറ്റുന്നെടുത്ത് പൈനാപ്പിളും വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിൽക്കാനൊന്നും അല്ല, നമ്മുടെ ആവശ്യത്തിന് ഉള്ളത്. അതെ, പൈനാപ്പിൾ മഴയത്ത് തിന്നാനൊരു സുഖമില്ല. പക്ഷെ ഈ പൈനാപ്പിൾ കൊണ്ട് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ഒരു 5 സ്റ്റാറിനെ തോൽപ്പിക്കുന്ന, 5 സ്റ്റാർ ഹോട്ടലിനെ തോൽപ്പിക്കുന്ന ഒരു കറി നമ്മൾ വെക്കും. അതും വെക്കാം കേട്ടോ. നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് പലവിധ കൃഷികളാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ. അപ്പൊ ഇത് മൊത്തം നമ്മൾ ഇതാ ചെറിയ തെങ്ങ് വെച്ചേക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഏത്തവാഴയും വെച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ ഇതാ ചേമ്പ് വെച്ചിട്ടുണ്ട്, കപ്പ വെച്ചിട്ടുണ്ട്, ചേനയും ഒക്കെ വെച്ചിട്ടുണ്ട്, പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാണ് ഈ ഏത്തവാഴ ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചേക്കുന്നതെന്ന്. കൊല മലയെണ്ണാൻ ഒരു ഭാഗത്ത് കൂടെ, കിളികൾ വേറെ ഭാഗത്ത് കൂടെ. അവർ കൊണ്ടോക്കോട്ടെ, പക്ഷെ എല്ലാം കൊണ്ടുപോയാൽ ശരിയാവില്ലല്ലോ. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കൃഷിക്കാർ അനുഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കേട്ടോ. അപ്പൊ ഇതാ ഇനി കപ്പളങ്ങ അല്ലെങ്കിൽ പപ്പായ, ഓമയ്ക്ക, എന്ത് വേണമെങ്കിലും പറയാം, ഒരെണ്ണം മതി. ഓക്കെ. അപ്പോൾ ഇന്നൊരു തോരനും ചപ്പാത്തിക്കുള്ള കറിയും എല്ലാം വെക്കാനുള്ള ഒരു കൊട്ട പച്ചക്കറി ഉണ്ട്. ഇനി ഇത് വെച്ച് നമുക്കൊന്ന് പൊളിക്കാം. നമ്മുടെ സാധനങ്ങളെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് കപ്പളങ്ങ കുറച്ചും കൂടി എടുത്തു, ചേമ്പും അത്യാവശ്യം 2 കിഴങ്ങെടുത്തു, വയറിന് ഒരുപാട് ഗുണമുള്ള നമ്മുടെ ഉണ്ണിപ്പിണ്ടി കുറച്ചും ഫ്രീ ആയിട്ട് അതിന്റെ കൂടെ ചാടുന്ന കാന്താരി ചാടിക്കോട്ടെ. ബാക്കിയുള്ളതിനെ നമുക്ക് ചതച്ചിടാം. ഇത് വേകാനുള്ള വെള്ളം എല്ലാം വേഗം വേകുന്നതാണ്, നിങ്ങൾക്ക് അറിയാലോ. തീ കത്തിച്ചു. ഇച്ചിരി മഞ്ഞപ്പൊടി, മഴക്കാലം ആയതുകൊണ്ട് അത്ര ഇച്ചിരി വേണ്ട, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഞാൻ ഇട്ടു. ആവശ്യത്തിന് കല്ലുപ്പിട്ടു. അതൊന്ന് വേവിക്കട്ടെ. ആ സമയം കൊണ്ട്, സമയമല്ല ഇപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാന്താരി ചതച്ച് ഇടാം. കുറേശ്ശെ ഒറ്റയടിക്ക് ഇടിക്കാൻ പറ്റില്ല. ഇടികല്ലാണ് കേട്ടോ നല്ലത്. ഇവിടെ ഇടികല്ല, മരത്തിന്റെ കല്ലാണ്, അതുകൊണ്ട് ഞാൻ ഇടിക്കുന്നു. എന്താണെങ്കിലും ആവശ്യത്തിനുള്ള എരിവിന് നമുക്ക് ഇത്രയും കറിയുണ്ട്. ഇനി അരച്ച തേങ്ങ നമ്മൾ ചേർക്കും. അപ്പൊ അതിനാവശ്യത്തിനുള്ള കാന്താരി അങ്ങ് നമ്മൾ മേടിച്ച് ചേർക്കും. ആവശ്യത്തിന് കറിവേപ്പില എടുത്ത് ഒന്ന് ഞെരടി ഇട്ടു. എല്ലാം കൂടി ഒന്ന് ഇളക്കി സെറ്റാണേ. അടച്ചു വെച്ച് ഒരു 3/4 വേവ് നന്നായിട്ട് വെന്തൊന്ന് കുഴയണം. ഇങ്ങനെ ഇങ്ങോട്ട് പാച്ചോറ് പോലെ ആവും. അപ്പൊ നമ്മള് കറിയൊക്കെ തിളച്ച ആവിയൊക്കെ പോയി. നമുക്ക് വെന്തോന്ന് നോക്കാം. പ്രത്യേകിച്ച് ഒരു മസാലയും നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാണ്, ഒരു തുള്ളി എണ്ണ ചേർക്കണ്ടാത്ത ഒരു നാടൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്തൊക്കെ നല്ല സെറ്റായിട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ 3 ഐറ്റംസും കൂടെ ചേർക്കണം. ഇതിന് ഒരു വേവില്ലാന്ന് അറിയാലോ. നമ്മുടെ ചേമ്പിന്റെ താള്, ചേമ്പിന്റെ ഇല, മത്തന്റെ ഇലയും കൂടെ ഇടണം. ഇതൊന്ന് വേകണം, അടച്ചു വെച്ചൊന്ന് വേവണം. ഇലയ്ക്കൊന്നും അധികം വേവില്ലാന്ന് അറിയാലോ, എന്നാൽ പോലും ഒന്ന് വേഗണം കേട്ടോ. വെന്തതിന് ശേഷം നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങയുടെ അരപ്പ്. വീണ്ടും ഞാൻ അടച്ചു വെക്കുകയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമുറി തേങ്ങയുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ജീരകമുണ്ട്, 2 ചെറിയുള്ളി ഉണ്ട്, പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി കൂടാൻ പാടില്ല കേട്ടോ. ഇലക്കറികളൊക്കെ ആയതുകൊണ്ട് ഗ്യാസ് വരില്ല, എന്നാൽ പോലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് അത്ര വേവേ ഉള്ളൂ കേട്ടോ. 2-3 മിനിറ്റ് വേവ്. ഓ, കറക്റ്റ് ആയിട്ട്. ഇത് നമുക്ക് നമ്മുടെ തേങ്ങ അങ്ങോട്ട് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് ഒരുപാട് നേരം തിളയ്ക്കണ്ട. ശരിക്കുവേ ഇത് എനിക്ക് അറിയുന്ന ഒരു കറിയല്ല കേട്ടോ. നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇനി ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരേണ്ടത്, ഏകദേശം 1000 റെസിപ്പിയോടെ നമ്മൾ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞപ്പം അതിൻ്റെ അകത്തൊരു പെങ്കൊച്ച് എനിക്ക് ഇട്ടുന്ന റെസിപ്പി ആണ്. ചേച്ചി ഇതൊന്നും ഉണ്ടാക്കി നോക്ക്, പഴയ കാലത്തെ കറിയാണ്, എണ്ണയൊന്നും വേണ്ടാത്ത കറിയാണ്. ഒന്നെങ്കിൽ മോര് കാച്ചിയതിൻ്റെ കൂടെ ഈ കറി കൂട്ടി കഴിക്കാം, ഒരു മീൻ ചുട്ടതോ ഒക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് ഈ പെർഫെക്റ്റ് എണ്ണ ഇല്ലാതെ ഉണ്ടാക്കുന്ന ഭയങ്കര നാടൻ കറിയും കൂടെ ഉണക്കസ്രാവിന്റെ ഒരു കറിയും ഒരു ചമ്മന്തി. ഇത്തരന്റെ വായിലുള്ള മതി. ഞാൻ നിർത്തുവാണേ. ഇതിൻ്റെ അകത്ത് എണ്ണ വേണ്ടാന്നാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലതായിരിക്കും.
പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ. എണ്ണ ഇല്ലാത്തൊരു കറി ഇരുന്നോട്ടെ. കുറച്ചും കൂടെ കറിവേപ്പില നമുക്ക് മുകളിൽ ഇടാം. ദാ നമ്മുടെ തനി നാടൻ കറി, അതും ഒരു തുള്ളി എണ്ണ ഇല്ലാതെയാണ് കേട്ടോ. ഇതിങ്ങനെ ഈ ചൂട് ചോറിലേക്ക് ഒഴിക്കുമ്പോഴേ ഈ പ്രദേശമാകെ ഒരു മണം പരന്നു. എന്റെ അമ്മോ, ഇനി ഈ കറി മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഈ റെസിപ്പി തന്നവൾക്കേ ഒരു ചക്കര ഉമ്മാട്ടോ, അത്ര രുചിയാണ്. കിടിലം എന്ന് പറഞ്ഞാൽ പോരാ, കിടിലോൾ കിടിലം എന്ന് തന്നെ പറയണം. ഇനി നല്ല ചൂട് മട്ടേരി ചോറിലേക്ക് നമ്മുടെ കറിയിട്ട് കുഴച്ച് ഉരുട്ടി ഒന്ന് കഴിക്കാം അല്ലേ. ഈ ഒറ്റ കറി മതിട്ടോ ചോറുണ്ണാൻ. ഇനിയേ അല്പം കപ്പളങ്ങ തോരനും ഉണക്ക സ്രാവ് വറ്റിച്ചതിന്റെ ഒരു കഷ്ണവും കൂടെ ചേർത്ത് ഒറ്റപ്പിടി. സ്വർഗം കണ്ടു മുത്തേ. ഈ മഴക്കാലത്തെ നല്ല നാടൻ കറികളുടെ കൂടെ എരിവുള്ള ഉണക്കസ്രാവ് ഇങ്ങനെ വറ്റിച്ച കറി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ചോറ് തീരുന്നത് അറിയേയില്ല കേട്ടോ. അതാണ് പക്ക കോമ്പിനേഷൻ. ഇനി പച്ചക്കറി മാത്രം കഴിക്കുന്നവർ ഒട്ടും നിരാശപ്പെടേണ്ട. ഒരു തോരൻ പോലും ഇല്ലെങ്കിൽ കൂടെ ഇത് മാസാണ്. അപ്പൊ മറക്കല്ലേ, ഉണ്ടാക്കിയിട്ട് അന്നമ്മയുടെ അഭിപ്രായം പറയാൻ.